മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധ ലൂർദ് മാതാവിലൂടെ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാള് നമ്മളിന്ന് കൊണ്ടാടുമ്പോൾ ലൂർദിലൂടെ പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് നൽകിയ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ പ്രത്യാശ നൽകുന്ന സന്ദേശമാണ് ലൂർദിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. 1858 ഫെബ്രുവരി 11 ഫ്രാൻസിലെ ലൂർദ് എന്ന് പറയുന്ന സ്ഥലത്ത് ബെർണദീത്ത എന്ന ഒരു പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൂർദ് ഒത്തിരി പ്രഭുക്കന്മാരും ധനമുള്ളവരും പേരും പെരുമയുമുള്ളവരുമൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ധാരാളം കമ്പനികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ അവരുടെ ആരുടെയും അരികിലല്ല പ്രത്യക്ഷപ്പെടുക. പ്രത്യുത അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒരു സാധാരണ സ്ഥലത്ത്, ഒരു ചെളി നിറഞ്ഞ ഇടത്ത്, വൃത്തിഹീനമായ ഒരു സ്ഥലത്ത്. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് പന്നികളുടെ വിശ്രമ സ്ഥലമെന്നാണ്. പന്നികള് അവരുടെ സുരക്ഷിതമായ സ്ഥാനം കണ്ടെത്തി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതും ഒരു പാവപ്പെട്ടവളായ, വലിയ വിദ്യാഭ്യാസമില്ലാത്ത, രോഗിണിയായ ഒരു പെൺകുട്ടിയുടെ അരികില്. വലിയ സ്ഥലങ്ങള്, മണിമാളികകള് ചുറ്റുമുണ്ടായിരുന്നിടത്തൊന്നും അമ്മ പ്രത്യക്ഷപ്പെട്ടില്ല. ഇങ്ങനെയൊരു സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെടുന്നത് ഇങ്ങനെയൊക്കെയാ. അവഗണിക്കപ്പെട്ടവരുടെ ജീവിതത്തിലും, നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിലും, ദരിദ്രരുടെ ജീവിതത്തിലും, മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതത്തിലും, അവഗണിക്കപ്പെട്ടവരുടെ ജീവിതത്തിലുമൊക്കെയാണ് ദൈവം ഇടപെടുന്നത്. അവരൊക്കെയാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവര്. കാരണം അവർ ദുരിതങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ദൈവസഹായം ആവശ്യമുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തില് ചില ദുഃഖങ്ങള്, നൊമ്പരങ്ങള്, വേദനകൾ നമുക്കുണ്ടാകാം. മാറ്റി നിർത്തപ്പെട്ടതിന്റെയോ അവഗണിക്കപ്പെട്ടതിന്റെയോ ഒന്നുമില്ലായ്മയുടെയോ ഒക്കെ ആയത്. ഓർക്കുക, ദൈവം നിന്റെ ജീവിതത്തിന്റെ അരികിലുണ്ട്. ദൈവം നിന്നെ കാണുന്നുണ്ട്. ദൈവത്തിന് നീ പ്രിയപ്പെട്ടവനാണ്, നീ പ്രിയപ്പെട്ടവളാണ്. മറക്കരുത്, ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ തന്നെയുണ്ട്. ദൈവം നമ്മളെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബെർണദീത്തയോട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, പുരോഹിതരോട് പോയി പറയുക, ഇവിടെ ഒരു ചാപ്പൽ, ദേവാലയം പണിയണം, പ്രദക്ഷിണമായി അങ്ങോട്ട് വരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഒരു ദേവാലയം പണിയണം നമ്മുടെ കുടുംബത്തിൽ. പ്രദക്ഷിണം അതൊരു കൂട്ടായ്മയുടെ അടയാളമാണ്. ഒരു ദേവാലയത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. നമ്മുടെ കുടുംബം ഒരു ചാപ്പലാകണം, ഒരു ദേവാലയമാണ്. ദേവാലയത്തിൽ വിശുദ്ധിയുണ്ട്, ദേവാലയത്തിൽ പ്രാർത്ഥനയുണ്ട്, ദേവാലയത്തിൽ കൂട്ടായ്മയുണ്ട്, ദേവാലയത്തിൽ സ്നേഹമുണ്ട്. ഇത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അത് പരിശുദ്ധ അമ്മ ലൂർദിൽ ലോകത്തിന് നൽകിയ സന്ദേശമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സന്ദേശം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ ഒരു ദിവസം അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബെർണദീത്ത ആ ഗ്രോട്ടോയുടെ സൈഡിലേക്ക് മാറുകയും കയ്പ് കലർന്ന ഒരു ഇല ഭക്ഷിക്കുകയും താഴെ ചെളിയിൽ മാന്തി അവിടുന്ന് വന്ന വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് കാണുകയാണ്. ചെളിവെള്ളവും അതുപോലെ തന്നെ കയ്പ് കലർന്ന ഇലയും മനുഷ്യജീവിതത്തിന്റെ പാപക്കറ പുരണ്ട അവന്റെ ഹൃദയത്തെയാണ് സൂചിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പിന്നീട് ആ ചെളിയിൽ നിന്ന് വന്നത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. അത് ദൈവം നൽകുന്നതാണ്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പാപക്കറകളെ, നമ്മുടെ ഹൃദയത്തിന്റെ അന്ധകാരത്തെ നീക്കിക്കളയുന്നവനാണ് എന്നും നമ്മൾ തിരിച്ചറിയുക. ഇന്ന് ജീവിതത്തിൽ പാപവഴികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ദൈവം നമ്മെ ഓരോരുത്തരെയും കഴുകാനും വിശുദ്ധീകരിക്കാനും സന്നദ്ധനാണ്. അനുതാപത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. അനുദപിക്കുക എന്ന ലൂർദിൽ പരിശുദ്ധ അമ്മ ലോകത്തോട് ആവശ്യപ്പെടുക. അനുതാപത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെയൊക്കെ പാപക്കറകളെ അവിടുന്ന് കഴുകും.
കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ലൂർദ് മാതാവിന്റെ തിരുനാൾ കൊണ്ടാടുന്ന ദിവസം നമ്മുടെ വേദനകളെ, ദുഃഖങ്ങളെ, രോഗാവസ്ഥകളെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് രോഗികളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നവരെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.